കുഴപ്പമില്ല. ചതിച്ച് നല്ലോണം തല്ലേ ചതിച്ചിട്ടുണ്ട്. നല്ലൊരു പണ്ണലായിരുന്നു റിയലി. പറയാനില്ല, പറയാനില്ല. വളരെ ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു. ചതിയെന്ന് പറഞ്ഞ പോലെ. നല്ല സിനിമ, നല്ല സിനിമ, നല്ല സിനിമ. സൂപ്പർ സൂപ്പർ. കൊള്ളത്തില്ല. അത് തിയേറ്റർ റിലീസ് ആകണ്ടായിരുന്നു. ഭയങ്കര ഡിസപ്പോയിന്റിംഗ് ആയിട്ട് പ്രൊമോഷൻ ആയിരുന്നു ഡ്രാമ. പ്രതീക്ഷ അങ്ങനെ നമ്മള് ഒരു ഭയങ്കര കൊമേഴ്ഷ്യലി ഭയങ്കര എലവേഷൻ മൊമെന്റ്സ് ഉള്ള സിനിമയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ കുറെ സെറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് നമുക്ക് കണക്ട് ആവുന്നില്ല. ലൈക്ക് ഡിസപ്പോയിന്റിംഗ് ആയിട്ട് തുടങ്ങുന്നത് തന്നെ. അപ്പോഴെ തന്നെ ആളുകൾ കാണാൻ ഇത് പോകും. സിനിമയായിട്ട് ഒരു ഇന്നാവുന്നില്ല സിനിമയിലേക്ക്. എനിക്ക് ഒരു രീതിയിൽ തോന്നില്ല. അത് ചെയ്യരുതെന്ന് തന്നെ വെച്ചാൽ വിഷ്വൽസ് ഒക്കെ നല്ല, അതിന്റെ ഒരു കളർ പാലറ്റും അതിന്റെ വേൾഡ് ബിൽഡിങ് നല്ല രസമുണ്ട്. അതായത് വീഡിയോ ഓക്കെ, കുഴപ്പമില്ല. വേൾഡ് ബിൽഡിങ് രസമുണ്ട്. CG അത്ര ഒരു ഗംഭീരമൊന്നും അല്ല. ചില ഏരിയകളിലും അല്ലാണ്. അത് ഉണ്ടെന്ന് വേണേ പറയാം. ചില ഏരിയയിലൊക്കെ CGയും കാര്യങ്ങളും വിഷ്വൽ എഫക്ട്സ് ഒക്കെ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഇല്ലെന്ന് തന്നെയാണുള്ളത്. ചില ഡയലോഗ്സ് ഒക്കെ കൊള്ളാം. അതിനുള്ളത് സോളിഡ് സ്ക്രിപ്റ്റ് ഇല്ല. സൂര്യ നല്ല മാക്സിമം കൊടുക്കുന്നുണ്ട്. ഫുള്ള് ഒരു 100%. മടുപ്പ്. വലിയ ഷോക്ക്. 3D മടുപ്പ്. മൊത്തത്തിൽ കാറിലാണ്. അങ്ങനെയാണ്. സൗണ്ട് ഒക്കെ ഒരുമാതിരി ആയി പോയി. ബോബിഡിയുടെ ആണെങ്കിൽ സൂര്യയുടെ ആയാലും അങ്ങനെയാണ്. വിഷ്വലും വലിയ കാര്യമൊന്നുമില്ല. ഈ ഒരു 300 കോടി മുടക്കിയായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. 3D പിന്നെ കുഴപ്പമില്ലായിരുന്നു തോന്നിയിട്ടാ. 3D കുഴപ്പമില്ലായിരുന്നു. കുറെ സീൻസ് ഒക്കെ കാസ്റ്റിംഗ് എന്ന് പറയുമ്പം ഒന്നും പടത്തിൽ നമുക്ക് എടുത്തു പറയാനായിട്ട് സാധനമൊന്നുമില്ല. മേക്കിംഗ് ആണെങ്കിലും ഹൈപ്പിനുള്ള സാധനമൊന്നുമില്ല. ഇപ്പൊ ഇവിടെ സൂര്യ ഒന്ന് കുറെ ആൾക്കാരൊക്കെ നമ്മൾ കുറച്ച് പ്രതീക്ഷിക്കുമല്ലോ, അതൊന്നും ഇല്ലായിരുന്നു. സെക്കൻഡ് പാർട്ടിനൊന്നും ഒരാവശ്യമില്ല. വേണ്ട. അതെ, രാവിലെ വന്ന സിനിമ ഉണ്ട്. പ്രത്യേകിച്ച് സിനിമ സെക്കൻഡ് ഹാഫ് ഉണ്ട്. പ്രത്യേകിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനില്ല. കാരണം നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ്. പിന്നെ സ്റ്റോറി ഇനിയിപ്പം സെക്കൻഡ് ഹാഫ് കണ്ടറിയാം. എല്ലാരും കാണട്ടെ അല്ലേ. നമ്മള് തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. പിന്നെ നന്നായിട്ടുണ്ടായിരുന്നു. 3D തന്നെ മെയിൻ ആയിട്ടും കണ്ടോണ്ടായിരിക്കാം. കുറച്ചുകൂടി ഗ്രാഫിക്സ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, ചെറിയ. സെക്കൻഡ് ഹാഫ് ആകുമ്പോ കുഴപ്പമില്ല. യെസ്, അല്ല സെക്കൻഡ് പാർട്ടിന് ഞാൻ പൊതുവെ ഇല്ല, ഇനി കാണാറാണ്. മ്യൂസിക് വൈസ് എല്ലാം നൈസാ. പക്ഷെ സ്റ്റോറി എല്ലാം ഒരുമാതിരി ആവറേജ് ആയി. സെക്കൻഡ് ഹാഫ് ആണ് കുറച്ചും കൂടെ കൊള്ളാമെന്ന് ഫസ്റ്റ് ഹാഫിനെ വെച്ച് നോക്കി കഴിയുമ്പോൾ. ഫസ്റ്റ് ഹാഫിനെ കൊള്ളാമെന്ന് സെക്കൻഡ് ഹാഫ് കൊള്ളാം.